നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിൽ ഉത്രം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്ന സമ്പൂർണ്ണ ഫലങ്ങളാണ് പറയുന്നത്. സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആരോഗ്യം, വിദ്യാഭ്യാസം, ദാമ്പത്യം, യാത്ര, പരിഹാര മാർഗങ്ങൾ എന്നിവയെല്ലാം വിശദമായി ഈ വീഡിയോയിൽ പറയുന്നു. ഇവ പൊതുവായ ജ്യോതിഷ സൂചനകളാണ്. ഓരോരുത്തരുടെയും വ്യക്തിഗത ജാതക സ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടായേക്കാം. കർക്കിടക മാസം ഉത്രം നക്ഷത്രക്കാർക്ക് ആത്മപരിശോധനയും പുതിയ തീരുമാനങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുന്ന സമയമായിരിക്കും. കഴിഞ്ഞ മാസങ്ങളിൽ മനസ്സിനെ അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഈ മാസം പരിഹാരം കണ്ടെത്താൻ സാധിച്ചേക്കാം. ചില കാര്യങ്ങളിൽ കാലതാമസം അനുഭവപ്പെടുമെങ്കിലും ക്ഷമയോടെ മുന്നോട്ടു പോയാൽ നല്ല ഫലങ്ങൾ കൈവരും. സാമ്പത്തികമായി ഈ മാസം വരുമാനവും ചെലവും ഒരുപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബഡ്ജറ്റ് തയ്യാറാക്കി ചെലവാക്കുന്നത് ഗുണം ചെയ്യും. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാവശ്യങ്ങൾക്കും വീടുമായി ബന്ധപ്പെട്ട ചില ചിലവുകൾക്കും കൂടുതൽ തുക മാറ്റിവെക്കേണ്ടി വരും. പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ പരിചയസമ്പന്നരായ ആളുകളുടെ ഉപദേശം സ്വീകരിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. ആഡംബര ചെലവുകൾ കുറച്ചാൽ മാസ അവസാനം സാമ്പത്തിക സമ്മർദ്ദം ഒഴിവാക്കാൻ അത് നിങ്ങളെ സഹായിക്കും. തൊഴിൽ ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. മേലധികാരിയുടെ വിശ്വാസം നേടാൻ അവസരമുണ്ടാകും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട്. ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർ സ്ഥിരമായ തയ്യാറെടുപ്പ് തുടരുക. ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ ഉപഭോക്താക്കളിലൂടെ നേട്ടം ലഭിക്കും. പുതിയ പങ്കാളിത്തങ്ങൾ ആരംഭിക്കുമ്പോൾ രേഖകൾ കൃത്യമായി തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമാണ്. മടിയും അശ്രദ്ധയും ഒഴിവാക്കിയാൽ മികച്ച വിജയം നേടാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഗുണം ചെയ്യും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ചില അനുകൂല വാർത്തകൾ ലഭിക്കാം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുകയില്ല. സംസാരത്തിൽ ക്ഷമ പാലിച്ചാൽ എല്ലാം പരിഹരിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നേക്കാം. കുടുംബത്തിൽ ഒരു മംഗളകരമായ ചടങ്ങിനുള്ള സാധ്യതയും കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ക്ഷീണം, ഉറക്കക്കുറവ്, പേശി വലിവ്, ചെറിയ തലവേദന എന്നിവ അനുഭവപ്പെടാം. സമയത്ത് ഭക്ഷണം കഴിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ദിവസവും ചെറിയ വ്യായാമം ചെയ്യുക. ആരോഗ്യ പ്രശ്നങ്ങൾ തുടരുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടുക. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തോടൊപ്പം ചെറിയ തീർത്ഥാടന യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട്. യാത്രകളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുക. കർക്കിടക മാസം ഭക്തിക്ക് ഏറെ പ്രാധാന്യമുള്ള മാസമാണ്. ഈ മാസത്തിൽ ശ്രീരാമനാമജപം നടത്തുന്നതും രാമായണ പാരായണം കേൾക്കുന്നതും മനഃശാന്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. ദിവസവും ഓം ശ്രീ രാമായ നമ 108 പ്രാവശ്യം ജപിക്കുക. കർക്കിടക മാസത്തിൽ കഴിയുന്നത്ര ദിവസങ്ങളിൽ രാമായണം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയോ വെണ്ണ നേർച്ചയോ സമർപ്പിക്കുന്നത് ഭക്തി പാരമ്പര്യത്തിൽ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വ്യാഴാഴ്ച അന്നദാനം അല്ലെങ്കിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുക. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹം വാങ്ങി പ്രധാന കാര്യങ്ങൾ ആരംഭിക്കുക. എല്ലാ സന്ധ്യയ്ക്കും നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് മനസ്സിന് സമാധാനം നൽകും. മൊത്തത്തിൽ ഉത്രം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം പരിശ്രമത്തിന് ഫലം ലഭിക്കുന്ന മാസമാണ്. ക്ഷമയും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ടു പോയാൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ ക്രമേണ പുരോഗതി വരും. ദൈവവിശ്വാസവും നല്ല പ്രവർത്തനങ്ങളും ഈ മാസത്തെ കൂടുതൽ അനുകൂലമാക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ